ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. എനിക്ക് പോകേണ്ടത് തിരുവല്ലയിൽ നിന്ന് കാക്കനാടിലോട്ടാണ്. അപ്പം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നല്ല തിക്കും തിരക്കുമായിരുന്നു. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ സീറ്റ് പോലും കിട്ടിയില്ല. ബസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പം തിരക്കില്ലാത്ത വണ്ടി നോക്കിക്കാനുള്ള സമയമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നിന്നു. കുറച്ച് നേരം നിന്നെങ്കിലും അധികം തിരക്കില്ലാത്ത ബസ്സും കിട്ടി, വിൻഡോ സീറ്റും കിട്ടി. ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരിക്കും റോഡിൽ. ആ ഒരു സമയം കഴിയുന്നിടം വരെ നല്ല തിരക്കായിരിക്കും. വണ്ടി അങ്ങോട്ട് നീങ്ങുന്നതേ പതിയായിരിക്കും. അപ്പം ഏതായാലും ഞാൻ ഓട്ടോയ്ക്ക് ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകളെല്ലാം ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മളകത്ത് വേറെ ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ എന്ന് മാത്രം നോക്കിയെടുത്തതാണ്. അപ്പം ഇതേതായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമ്. അപ്പം എല്ലാവരും ഓഫീസിൽ പോയിരിക്കുകയാണ്. എനിക്ക് നൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് സമയമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജനലിൽ കൂടെ കാണുന്ന കാഴ്ചയെ. അങ്ങ് ദൂരെ കാണുന്ന ഇനി ആ ഒരു ബിൽഡിങ്ങിൽ വേണം പോകാൻ. അപ്പം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വരട്ടെ. ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട്, കൂൾ വാട്ടറും ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ പുട്ടും കടലക്കറിയും വരുന്നേ. എനിക്ക് പുട്ടിൻ്റെ കൂടെ കറികൾ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ രാവിലത്തെ ഫുഡ് ഇവിടെ തീർന്നാലോന്ന് കരുതി വീട്ടിൽ നിന്ന് ഏത്തക്കയൊക്കെ കൊണ്ടുവന്നാണ് വന്നത്. അപ്പോൾ ഏതായാലും പുട്ടും കിട്ടി, ചൂടോടെ ചായയും കിട്ടി. ഇനി ഏത്തക്ക കൂട്ടി പുട്ട് കഴിക്കട്ടെ. ഇത് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡാണ്. ലഞ്ചൊക്കെ കൊണ്ടുവന്നവർക്ക് ഇതായിരിക്കും. എനിക്കതെല്ലാം ലഞ്ച് ഓഫീസിൽ നിന്നായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ലഞ്ച് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇത് രാത്രിയിലത്തേക്കിനുള്ള കറിയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓഫീസിൽ പോയിട്ട് വന്നിട്ട് കാണാമേ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം കഴിക്കാനായിട്ട് ചായയും, പിന്നെ ഇന്ന് ബോണ്ട, പിന്നെ പത്തിരിയും സമൂസയായിരുന്നു. അങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇത്ര വരുന്നത്. ഞാൻ ഏതായാലും ഒരു ബോണ്ടയും ചായയും എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഭയങ്കര മഴയായി. അപ്പോൾ ഏതായാലും ബോണ്ടയും ചൂട് ചായയും, പിന്നെ ആ മഴയുള്ള ആ ഒരു വ്യൂവും. ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ കറി വരുന്നേ. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതൊരു സർപ്രൈസായിരുന്നു. ഇങ്ങനെ മാസത്തിൽ 1-2 ദിവസം ഇങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും ആക്കാറുണ്ട്. അതാകുമ്പം കുക്ക് ചെയ്യുന്ന ആൻറ്റിമാർക്കും കൂടെ റെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ മുമ്പിലത്തെ വീഡിയോസിലൊക്കെ പറയാറുള്ളതുപോലെ തൊട്ടടുത്ത വീട്ടിൽ തന്നാണ്. ഇവിടെ വേറൊരാൾ ഒരു അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ സിമ്പിൾ ഫേസ് വാഷ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി കിടക്കാൻ നേരമായി. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റും ഈ പില്ലോ കവറും മിക്കവരുടെയിലും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനും ഇത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതാണ് ഞങ്ങളുടെ ജനലിൽ കൂടെ കാണുന്ന നൈറ്റ് വ്യൂ. ഈ ഒരു വ്യൂ വേറെ റൂമിലൊന്നും നിന്ന് കഴിഞ്ഞാൽ കാണത്തില്ല. ഞങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് കഴിയുവാണേ.